അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്ത ഒരു കോൺഗ്രസ് കൗൺസിലർ ടോണി തൈപ്പറമ്പിലാണ് നമുക്കിപ്പോൾ ചേരുന്നത്. ടോണി ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ വിപ്പ് ലംഘിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ? സഹോദര, നമ്മൾ വിപ്പ് ലംഘിച്ചിട്ടില്ല, നിങ്ങൾ വിപ്പ് മേടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ വിപ്പ് ലംഘിക്കുന്നേ? വിപ്പ് ഞങ്ങൾക്ക് കൈപ്പറ്റിയിട്ടില്ല, ഞങ്ങൾ ഒപ്പിട്ടിട്ടുമില്ല. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു സ്ഥലത്ത്. ഞാൻ നേരെ കൗൺസിലിലേക്കാണ് വന്നത്, കാരണം അവിശ്വാസ വോട്ട് ചെയ്യാൻ. പിന്നെ മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു ഇങ്ങനെ വിപ്പ് കൊടുത്തെന്ന്, അല്ലാതെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു അയോഗ്യതയുടെ പ്രശ്നമില്ല എന്നുള്ളതാണോ? തീർച്ചയായിട്ടും അയോഗ്യത്തിന് എങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്? ഞങ്ങളുടെ വിപ്പ് സ്വീകരിച്ച് ഒപ്പിട്ട് ഇവിടെ സെക്രട്ടറിക്ക് കൊടുത്താലേ ഉള്ളൂ അയോഗ്യതയാകുള്ളൂ. പിന്നെ എങ്ങനെ അയോഗ്യതയാകും? എന്തുകൊണ്ടാണ് പാർട്ടിയുടെ നിർദ്ദേശം ലംഘിച്ചു? പാർട്ടിക്ക് താല്പര്യം DCC അടക്കം നിരന്തരം ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവില്ല പ്രശ്നം പരിഹരിക്കാൻ, പക്ഷേ ആ നിർദ്ദേശങ്ങളൊക്കെ ലംഘിക്കുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തി എങ്ങനെയാണ്? ഞാനൊരു കാര്യം പറയാം. DCCയുടെ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വിപ്പ് സ്വാഭാവികമായി തരണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്, ഒരിക്കലും ഞങ്ങളെ ഇനിയുള്ള കാര്യങ്ങളിൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിമുഖം നിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ. കാരണം ഈ പാലായിലെ പൊതുവികാരമാണ് മണ്ഡലം കമ്മിറ്റി പാസ്സാക്കിയത്. ആ പാസ്സാക്കി കഴിഞ്ഞപ്പോഴേക്കും അവരെ പോലും ഞങ്ങൾ ദാർഷ്ട്യ മനോഭാവത്തോടെ കണ്ട സ്വതന്ത്ര മുന്നണിയോട് അവരൊരിക്കലും UDFിൻ്റെ ഭാഗമല്ലായിരുന്നു. അവർ ചിന്തിക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷന് ഒരാൾ BJPക്ക് വേണ്ടി തൃശ്ശൂരും ബിജു പുളിക്കണ്ണ തൃശ്ശൂരും, ഒരാൾ ഇവിടെ കേരള ഇടതുപക്ഷം മുന്നണിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അന്ന് UDFിൻ്റെ ഭാഗമല്ല. ഫ്രാൻസിസ് ജോർജിൻ്റെ ഇലക്ഷന് തീർച്ചയായിട്ടും അവർ അപ്പുറത്തെ സൈഡിലായിരുന്നു. എന്നിട്ടും ഞങ്ങളായിരുന്നു വീട് കയറിയത്, കോൺഗ്രസ് പ്രവർത്തകരാണ് വീട് കയറിയത്. അപ്പം ഞങ്ങളുടെ UDFിൻ്റെ ഭാഗമല്ലാത്തടത്തോളം കാലം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് മനസ്സിലാവും UDFിൻ്റെ ഭാഗമല്ലാത്തവരെ കളയുന്നതായിരിക്കും നല്ലത്. എന്തായാലും നല്ല ഭരണം ഉണ്ടാവും. ഈ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തതിൽ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകില്ല എന്ന് കരുതുകയാണ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം പറയട്ടെ. നഗരസഭയിൽ ഇപ്പം വിപ്പ് തന്നു എന്ന് പറയുന്നു. ഞങ്ങൾ മീഡിയ കൂടെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് വിപ്പ് കിട്ടിയിട്ടില്ല. സെക്രട്ടറിയുടെ അടുത്ത് ഒപ്പിട്ട് കൊടുത്ത വിപ്പല്ല കൊടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ നേതാക്കന്മാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് സപ്പോർട്ട് എല്ലാവിധ പിന്തുണയും അവർ പിന്നീടാണെങ്കിലും തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞങ്ങളത് കിഞ്ചി ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് ഇനിയൊരു കോൺഗ്രസ് ഭരണം പാലാ നഗരസഭയിൽ ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാണ് ഒരു ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുമെന്നാണോ? ഞാനൊരു കാര്യം പറയാം. പ്രതിപക്ഷത്തെ കൂട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന എല്ലാവരെയും കൂട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് നല്ലൊരു മുന്നണി ഉണ്ടായി. അതായത് രാഷ്ട്രീയമില്ലാത്തൊരു നല്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ഇത് വരും. അതിൽ കോൺഗ്രസിന് അഭിമാനത്തോടെ തന്നെ മുന്നോട്ട് പോകാം. പിന്നെ ആ വിശ്വാസം, അത് പ്രതിപക്ഷം എന്ന രീതിയിൽ അവിശ്വാസം കൊണ്ടുവന്നു, അത് അവരുടെ രീതി കൊണ്ടുവന്നു. ഞങ്ങൾ 7 പേരേ ഉള്ളൂ, സ്വതന്ത്ര മുന്നണിയും കൂട്ടി. പിന്നെ ഞങ്ങളുടെ ഒരു കൗൺസിലർ ആശുപത്രി ഹോസ്പിറ്റലൈസ്ഡാണ്. ഒരാൾ വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു, അതുകൊണ്ട് വന്നില്ല. ഈ പുളിക്കക്കണ്ടം ഫാമിലി സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ അല്പനേരം മുമ്പ് പറയുന്നത് എന്താണ് ആ പശ്ചാത്തലം? ആ പശ്ചാത്തലം നിങ്ങളുടെ മീഡിയകളിലെല്ലാം അറിയാവുന്നതല്ലേ. അത് ഇരട്ട വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ബിജു പുളിക്കണ്ടത്തിനെതിരെ നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ട് ചോരി കേസിനകത്ത് പത്രമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നാണ് ഈ ബിജു പുളിക്കേണ്ടത് ഇരട്ട വോട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ആൾ ഞങ്ങളൊരു തെറ്റുതിരുത്തി UDFിലേക്ക് കൊണ്ടുവന്നു. ആ തെറ്റുതിരുത്തി ബിനു പുളിക്കേണ്ട അന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു. ഇവർ രണ്ടുപേരും തെറ്റുതിരുത്തി UDFിൻ്റെ ഭാഗമാക്കി. പക്ഷേ അവരെന്നും കാണിച്ചുകൊണ്ടിരുന്നത് BJPയുടെയും LDFിൻ്റെ നയങ്ങളാണ്. അതായത് നിങ്ങളിപ്പം ബിജു പുളിക്കേണ്ടത്തിൻ്റെ പാടിലുള്ളവർ ചോദിക്കുക, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യങ്ങളുമാണ് പ്രീണനമാണ് കാണിക്കുന്നത്. അല്ലാതെ UDFിൻ്റെ VD സതീശൻ സാറിൻ്റെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല സാറിൻ്റെ ഒരു കാര്യങ്ങളും അവർ ഇടാറില്ല. അപ്പോൾ അവർ എപ്പോഴും BJP മൈൻഡിലുള്ള ആൾക്കാരാണ്. പിന്നെ അനിയൻ ഈ കണ്ടില്ല DYFIക്ക് അവർ ഇത് കൊടുത്തത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ CPM പാർട്ടിപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഐക്യമുണ്ട്. ആ ഐക്യത്തിൻ്റെ ബാലൻസ് ആയിട്ടാണ് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ വിശ്വസിക്കാം. അവരെങ്ങനെ UDF ആവും?